കായംകുളം കായലിൽ മണിവേലിക്കടവ് ഭാഗത്തു നിന്ന് ദേശീയപാതാ വികസനത്തിന്റെ പേരിൽ അനധികൃതമായും നിയമം ലംഘിച്ചും മണൽ ഖനനം നടത്തുന്നുവെന്ന് ആരോപിച്ച് സമരരംഗത്തുള്ള ജനകീയ സമിതിയുടെ പ്രവർത്തകരെ മർദ്ദിച്ചതായി പരാതി. ഭിന്നശേഷിക്കാരനെ ഉൾപ്പെടെ മർദ്ദിച്ചത് ഖനനവുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ ആൾക്കാരാണെന്ന് സമരസമിതി പ്രവർത്തകർ പറയുന്നു. കായംകുളം കായലിൽ മണിവേലിക്കടവ് ഭാഗത്തു നിന്ന് ദേശീയപാതാ വികസനത്തിന്റെ പേരിൽ നടക്കുന്ന അപകടകരവും അശാസ്ത്രീയവുമായ ഡ്രഡ്ജിങ്ങിനെതിരെ സമരം നടത്തുന്ന സമരസമിതിയുടെ പ്രവർത്തകരെ മർദ്ദിച്ചതായി പരാതി. ഭിന്നശേഷിക്കാരനായ വ്യക്തിക്ക് ഉൾപ്പെടെ എതിരെയാണ് ആക്രമണമുണ്ടായതെന്നാണ് പരാതി. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയുണ്ടായി. ഈ കൂടുന്ന സമയത്ത് അവിടെ ഡ്രഡ്ജിങ് ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ സമരസമിതിക്കാരെല്ലാം കൂടി സംഘടിച്ച് അവിടെ ചെല്ലുകയുണ്ടായി. ഈ സംഭവസ്ഥലത്ത് ചെല്ലുകയുണ്ടായി. സംഭവസ്ഥലത്ത് ചെന്ന സമയത്ത് അവിടെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന സ്ഥലമാണ്, ദൂരമില്ല, അടുത്താണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുകയും ഈ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട അയാൾ അദ്ദേഹം അവിടുന്ന് വീഡിയോ എടുക്കുകയുണ്ടായി. ആ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഓടി വന്ന് എൻ്റെ തലക്കടിച്ച്. ഭിന്നശേഷിക്കാരനായ ഞാൻ ഭിന്നശേഷിക്കാരനാണ്. എന്നെ തലക്കടിച്ചിട്ട് അവിടെ നിന്ന് ഒരു ഷിബു എന്ന് പറഞ്ഞു, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല, നമുക്കറിയില്ല. അദ്ദേഹം വന്ന് എന്നെ പിടിച്ച് തള്ളി. പിന്നെ വലിയ അഗാധമായ കുഴിയാണ്. ഈ ഡ്രഡ്ജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, മണൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു കുഴിയെടുത്ത്, അഗാധമായ കുഴിയെടുത്തു. ആ കുഴിയിലാണ് എന്നെ പിടിച്ച് തള്ളി താഴെയിട്ടു. മണിവേലിക്കടവ് ഭാഗത്തു നിന്നും ദേശീയപാതാ വികസനം നടത്തുന്നതിന് പേരിൽ മണൽ ഡ്രഡ്ജ് ചെയ്തു കൊണ്ടുപോകുന്നത് പ്രദേശത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായതിനാൽ പ്രദേശത്തെ ജനങ്ങൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരസമിതി രൂപീകരിച്ചതെന്ന് സമരസമിതിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ തുടങ്ങിയ ഡ്രഡ്ജിംഗ് സർക്കാർ തീരുമാനത്തിന് വിരുദ്ധമായും ഹൈക്കോടതി നിരീക്ഷണങ്ങൾക്കും എതിരാണെന്നും ഇവർ പറയുന്നു. ഈ പ്രദേശം കടുത്ത പരിസ്ഥിതി ദുർബല മേഖലയും വേലിയേറ്റ മേഖലയുമാണ്. തീരദേശ പരിപാലന നിയമങ്ങളും കരിമണൽ ഖനന നിയമങ്ങളും നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഡ്രഡ്ജിംഗ് നടക്കുന്നതെന്നും സമരസമിതിയുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. സമരസമിതിയുടെ യോഗം കൂടുന്നതിനിടെ വീണ്ടും ഡ്രഡ്ജിംഗ് തുടങ്ങിയതിനെ തുടർന്നാണ് ഡ്രഡ്ജിംഗ് തടയാൻ ശ്രമിക്കുന്നതിനിടെ കമ്പനിയുമായി ബന്ധപ്പെട്ടവർ കടന്നാക്രമിച്ചതെന്നും ഇവർ പറയുന്നു. പരിക്കേറ്റ കണ്ടല്ലൂർ തെക്ക് വാഴപ്പറമ്പിൽ അജി, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ TP അനിൽകുമാർ എന്നിവർ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. CDNet ന്യൂസ്, കായംകുളം.